ഡിയർ ഓൾ, കഴിഞ്ഞ ലാബ് ക്ലാസ്സിൽ നമ്മൾ ബോൾട്ട് നട്ട് വാഷർ അസംബ്ലി അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ബോൾട്ടിൻ്റെ ഡൈമെൻഷൻസ്, എങ്ങനെയാണ് നമ്മൾ നട്ട്സ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ ബോൾട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഒന്നുകൂടെ കിടക്കാം. എങ്ങനെയാണ് നമ്മൾ ബോൾട്ടും നട്ടും അതുപോലെ വാഷറൊക്കെ വരയ്ക്കുന്നത് എന്നുള്ളത്. കാരണം അത് നമുക്ക് ഇതിനകത്തും വരയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ബോൾട്ട് നട്ട് ആൻഡ് വാഷർ ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻസ് ബേസിക്കലി വരുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മാക്സിമം ഡയമീറ്റർ ഡി. ഇപ്പോൾ നമ്മൾ ഒരു ബോൾട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബോൾട്ടിൻ്റെ ഹെഡാണ്, ഹെക്സഗണൽ ബോൾട്ടാണ്. ബോൾട്ടിൻ്റെ ഹെഡ് അതിൻ്റെ ഷാങ്ക് പാർട്ടാണ്. സോ ഷാങ്ക് പാർട്ടിൽ വരുമ്പോൾ ഉള്ള മാക്സിമം ഡയമീറ്റർ ആണ് ഡി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദിസ് മാക്സിമം ഡയമീറ്റർ ഡി, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡയമെൻഷൻസ് എല്ലാം വരുന്നത്. ഡിക്ക് നമുക്ക് എടുക്കാവുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. യൂഷ്വലി 10 mm അല്ലെങ്കിൽ 15 mm 12 mm. അപ്പോൾ അങ്ങനെയുള്ള ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പാർട്സിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. ഡിയുടെ വാല്യൂ അനുസരിച്ചാണ് ബാക്കിയുള്ള പോർഷൻസിലെ വാല്യൂസ് മാറുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഹെഡാണ്. ബോൾട്ട് ഹെഡിന് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു ഡി. ഡി നമ്മളൊരു 10 mm എടുക്കുകയാണെങ്കിൽ ഇത് 7.5 mm ആയിരിക്കും ബോൾട്ട് ഹെഡിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ലെങ്ത്, അതായത് ബോൾട്ട് ഹെഡിൻ്റെ രണ്ട് കോർണേഴ്സ് തമ്മിലുള്ള, രണ്ട് എഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, so this distance will be equal to 2d, 2 times d. അപ്പോൾ രണ്ട് എഡ്ജ്, അതായത് ഒരു എഡ്ജ് വേറൊരു എഡ്ജിൽ ഇങ്ങനെയാണെങ്കിൽ ഈ എഡ്ജിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എഡ്ജ് ടു എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് 2d എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷനാണ് നമ്മുടെ നട്ട് എന്ന് പറയുന്നത്, ഹെക്സഗണൽ നട്ട്. സോ ഹെക്സഗണൽ നട്ടിന് തിക്നെസ് നമ്മുടെ ബോൾട്ടിനേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡി. അപ്പോൾ 10 mm ആണ് നമ്മൾ നമ്മുടെ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ, സോ ദ വിഡ്ത്ത് ഓഫ് ദ നട്ട്, ഹെക്സഗണൽ നട്ട് വിൽ ബി 10 mm. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 2d ആൻഡ് ദ തിക്നെസ് വിൽ ബി ഈക്വൽ ടു d. സോ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതേ സെയിം വിഡ്ത്ത് തന്നെയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2d. ഇനി ത്രെഡിൻ്റെ റൺ ഔട്ട് ലെങ്ത് നമ്മൾ പറഞ്ഞിരുന്നു. റൺ ഔട്ട് ഡിസ്റ്റൻസ് അല്ല, റൺ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ത്രെഡ് എത്ര ലെങ്ത് വരെ ഉണ്ടെന്നുള്ളതാണ്. സോ ഇതാണ് അതിൻ്റെ റൺ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദിസ് മച്ച് ലെങ്ത്, ഇത്രയും വരെയാണ് അതിൻ്റെ ത്രെഡ് ഉണ്ടാവുക. ആ ത്രെഡിൻ്റെ ഉണ്ടാവുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2d. ആൻഡ് ഇതൊരു ചെറിയ വാഷർ ഉണ്ട്. വാഷർ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് വാഷർ ആയിരിക്കും. മെറ്റാലിക് വാഷർ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പാർട്സ് തമ്മിൽ നമ്മൾ ബോൾട്ട് ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ, ഈ നട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന പോർഷൻ അല്ലേ. നട്ടാണ് നമ്മൾ ആ ഒരു ത്രെഡിനകത്തൂടെ റൺ ചെയ്തിട്ട് ടൈറ്റ് ആവുന്ന പോർഷൻ. അപ്പം നട്ടിൻ്റെ എഡ്ജ് നമ്മുടെ മെറ്റൽ പീസുമായിട്ട് വന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ ആ മെറ്റൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു പോർഷനാണ് വാഷർ എന്ന് പറയുന്നത്. സോ വാഷറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.15d. ആൻഡ് അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2d പ്ലസ്, നമുക്ക് 2d പ്ലസ് 3 എന്നും എടുക്കാറുണ്ട്, ഓർ 2d പ്ലസ് 4 mm. അത്രയാണ് അതിൻ്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ദിസ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു 2d പ്ലസ് 3 mm ഓർ 2d പ്ലസ് 4 mm. അപ്പോൾ ഇതാണ് ഒരു ബോൾട്ട് നട്ട് ആൻഡ് വാഷർ അസംബ്ലി ഡയമെൻഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെയുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, ഫൗണ്ടേഷൻ ബോൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷനാണ്, കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ സെക്ഷണൽ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ മെറ്റീരിയലിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാം നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആദ്യത്തേത്, മെറ്റൽസ് സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് സ്ലാൻഡഡ് ലൈൻസ്.
ഫ്രം ദ റൈറ്റ് സൈഡ് ടു ദി ലെഫ്റ്റ് സൈഡ്. ഇങ്ങനെ ഒരു സ്ലാൻഡഡ് ലൈൻ 45 ഡിഗ്രി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് വി റെപ്രസെൻറ്റ് ദാറ്റ് ആസ് മെറ്റൽ. സ്റ്റീല്, കാസ്റ്റ് അയൺ, അലുമിനിയം, കോപ്പർ അങ്ങനെയുള്ള മെറ്റൽസിനെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരെ തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രൂവ് പോലെ വരയ്ക്കുകയാണെങ്കിലോ then we represent it by other metals like lead, zinc, tin etc. അപ്പോൾ ലെഡ്, സിങ്ക്, ടിന്ന്, വൈറ്റ് മെറ്റൽ, സൾഫർ ഇങ്ങനത്തെ എല്ലാം മെറ്റൽസിനെ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ലൈൻസ്, ക്രിസ് ക്രോസ് ലൈൻസ് അല്ലെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ലൈൻസ് മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടുന്നത് ഈ ഒരു റെപ്രസെൻറ്റേഷനാണ്, കോൺക്രീറ്റ്. കോൺക്രീറ്റിന് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ബ്ലാക്ക് ട്രയാങ്കിൾസ് വിത്ത് സ്മോൾ ഡോട്ട്സ്. അതായത് സിമെൻറ്റ്, സാൻഡിൻ്റെയും ഗ്രാവലിൻ്റെയും, അതായത് ഒരു കോൺക്രീറ്റിൻ്റെ മിക്സ്ചറാണിത് എന്ന് കാണിക്കാനായിട്ട് ഉള്ളൊരു റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ 3 റെപ്രസെൻറ്റേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കും. അതാണ് നമുക്ക് ഫൗണ്ടേഷൻ ബോട്ടിനകത്ത് വരുന്നത്. സോ കമ്മിങ് ടു അവർ ടോപ്പിക്, ഫൗണ്ടേഷൻ ബോൾട്ട്. അപ്പോൾ എന്താണ് ഈ ഫൗണ്ടേഷൻ ബോൾട്ട്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സോ ഫൗണ്ടേഷൻ ബോൾട്ടുകൾ യൂഷ്വലി നമ്മൾ സാധാരണ മെഷീൻസിനെ നമ്മളൊരു മെഷീൻ ടൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വെറുതെ ഫ്ലോറിൽ കൊണ്ട് വെക്കുകയല്ല, അതിനെ നമ്മളൊരു മെഷീൻ ഫൗണ്ടേഷൻ്റെ പുറത്താണ് വെക്കുന്നത്. നമ്മൾ സാധാരണ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കില്ലേ, ഫൗണ്ടേഷന് മേളിലാണ് ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതുപോലെ തന്നെ മെഷീൻസിൻ്റെ വെയിറ്റ് നമ്മൾ അതൊന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അതിനെ നമ്മൾ സാധാരണ ഒരു മെഷീൻ ബെഡ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഫൗണ്ടേഷനിലാണ് നമ്മളതിനെ ഉറപ്പിച്ച് വെക്കുന്നത്. ആ ഫൗണ്ടേഷനിൽ നമ്മൾ ആ മെഷീനെ ഉറപ്പിച്ച് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബോൾട്ടാണ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. മെഷീനറി മാത്രമല്ല, മെഷീനറി ആവാം അല്ലെങ്കിൽ വേറെ പല ആപ്ലിക്കേഷൻസും നമുക്ക് ഫൗണ്ടേഷൻ ബോൾട്ട്സിനുണ്ട്. സച്ച് ആസ് നമ്മുടെ ഹെവി ഇൻഡസ്ട്രീസിൽ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കേബിൾസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഫൗണ്ടേഷൻ ബോൾട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സ്റ്റോൺസും അതുപോലുള്ള മെഷീനറിയൊക്കെ ലിഫ്റ്റ് ചെയ്യണമെങ്കിലും അന്നേരം അവിടെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ബോൾട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ട്സ് ഓരോ ആപ്ലിക്കേഷനും വേണ്ടിയിട്ടുണ്ട്. സോ മെയിൻലി ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പേര് വരാൻ കാരണം നമ്മൾ ഫൗണ്ടേഷനിലാണ് ഈ ഒരു ബോൾട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ മെഷീനറിയും അതുപോലെയുള്ള ഹെവി മെഷീൻസിൻ്റെ എല്ലാം ഒരു ഇൻസ്റ്റലേഷൻ, അതിൻ്റെ ഫിക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ ബോൾട്ടുകൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇനി പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദെയർ ആപ്ലിക്കേഷൻ. അത് ഓരോന്നും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ബോൾട്ടാണ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. സോ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന പേര് വരാൻ കാരണം ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് എൻ ഐ, നമ്മുടെ കണ്ണിൻ്റെ ഒരു ഷേപ്പായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഐ ഫൗണ്ടേഷൻ എന്നുള്ള പേര് വരാൻ കാരണം. സോ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ബോൾട്ടാണ്, ബോൾട്ട് ആൻഡ് നട്ട് അസംബ്ലിയാണ്. സോ ഇതിൻ്റെ ഒരു ഷാങ്ക് പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഷാങ്ക് പോർഷൻ വന്നിട്ട് ഇതൊരു കോൺക്രീറ്റ് പോർഷനാണ്. കോൺക്രീറ്റ് പോർഷൻ അകത്തേക്ക് ഇങ്ങനെ വന്ന് ഇതുപോലെ ഒരു ഐ ആയിട്ട് ഒരു സർക്കുലർ രീതിയിൽ അതിൻ്റെ ഷാങ്കിനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് ചെയ്ത് വെക്കുക മാത്രമല്ല, ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഡി എന്ന് പറഞ്ഞ ഡയമീറ്റർ, ആ സെയിം നട്ടിൻ്റെ അതേ നട്ടില്ല, അതിൻ്റെ ഷാങ്കിൻ്റെ അതേ സെയിം ഡയമീറ്റർ ഉള്ള ഒരു റോഡിനെ നമ്മൾ ക്രിസ് ക്രോസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്ന വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് സർക്കുലർ റോഡ്, അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു റോഡ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡി, അതായത് നമ്മൾ ക്രിസ് ക്രോസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു കോൺക്രീറ്റിനകത്ത് ഒരു സപ്പോസ് ദിസ് ഇസ് ബ്ലോക്ക്, ഒരു മെറ്റൽ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക, മെറ്റൽ അല്ലെങ്കിൽ ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സർഫസിനകത്തേക്ക്, സിമെൻറ്റ് സർഫസിനകത്തേക്ക് നമ്മളൊരു ഹോള് ഡ്രിൽ ചെയ്യുന്നു. ഇത്രയും വലിയ ഹോളിനകത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് ഇടുന്നു. കോൺക്രീറ്റ്
ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഐ ഫൗണ്ടേഷൻ ബോൾട്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിന് അകത്തേക്ക് ഈ ഒരു ഹോളിനകത്തേക്ക് കോൺക്രീറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. കോൺക്രീറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫുൾ ഫിൽഡാണ്. ഇത് നമ്മൾ ആ സെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇറഗുലർ ലൈൻ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ പഠിച്ചിരുന്നു, ഇങ്ങനെ ഒരു ഇറഗുലർ ലൈൻ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ലെങ്ത് ഈസ് എക്സ്റ്റെൻഡിങ് ഫോർ സം പീരീഡ്. അതായത് നല്ല കൂടുതൽ ലെങ്ത് നമുക്ക് ഒരു ഷീറ്റിൽ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കാണിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഇറഗുലർ ലൈൻസ് കാണിക്കുന്നത്. സോ അങ്ങനെ കുറച്ച് ലെങ്ത്തിലേക്ക് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഹോൾ അസംബ്ലി ഫുൾ ഒരു സെറ്റായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ഒരു മെഷീൻ്റെ പാർട്ടാണ്, മെഷീൻ്റെ ബേസ് ആണിത്. സോ ദിസ് ഇസ് ദ ബേസ് ഓഫ് ദി മെഷീൻ. ഓക്കെ, സോ ദിസ് ബേസ് നമ്മളിവിടെ വെച്ചതിന് ശേഷം ആ ബേസിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ ഒരു സ്റ്റഡ് ആ ഹോളിനകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ നട്ട് വെച്ചിട്ട് അതിനെ ടൈറ്റൻ ചെയ്യും. ഇത് വാഷറാണ്, ഈ കാണിച്ചിരിക്കുന്നത് വാഷറാണ്. ആൻഡ് ദിസ് ഇസ് ദി നട്ട്. അപ്പോൾ നട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബേസ് നമ്മുടെ ആ ഒരു കോൺക്രീറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനുമായിട്ട് സ്ട്രോങ്ലി ഹെൽഡ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മെഷീൻ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ ആദ്യം സപ്പോസ് ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ്റെ അവിടെ നമ്മളൊരു ഹോള് ഡ്രില്ല് ചെയ്തു. ഹോള് ഡ്രില്ല് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ഐ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ഷാങ്ക് ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഹോളിൻ്റെ ഇടയ്ക്കോട്ട്, അതായത് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഡി ഡയമീറ്റർ ഉള്ള വേറൊരു സിലിണ്ടറിക്കൽ ഷാങ്ക് കയറ്റിയിരിക്കുന്നു. ക്രിസ് ക്രോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ നമുക്ക് ഒരു ഗ്രിപ്പിംഗ് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിന് പുറത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് ഇടുന്നു. കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അത് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഷീൻ ബേസിലേക്ക് ഈ നട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ദി ഐ ഫൗണ്ടേഷൻ ബോർഡ്. ഇതാണ് നമ്മുടെ ഐ ഷേപ്പ് വരുന്നത്. ഈ ഒരു കർവ്ഡ് പോർഷൻ വരുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പോർഷനകത്തേക്കാണ് നമ്മളൊരു സിലിണ്ടറിക്കൽ റോഡിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. സപ്പോസ് ദിസ് ഇസ് ദ സിലിണ്ടറിക്കൽ റോഡ്. ഇത് ഈ ഒരു ഐ പോർഷൻ അകത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളതിനെ കയറ്റി വയ്ക്കുക. അപ്പം അങ്ങനെ ഒരു ക്രോസ് ആയിട്ടുള്ളൊരു മെമ്പർ വെക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഏരിയ, സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട് കിട്ടും. അപ്പോൾ അത്രയും കൂടുതൽ ഗ്രിപ്പ് കിട്ടും. അപ്പോൾ ഫൗണ്ടേഷൻ ബോൾട്ട്സ് വെക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ, മെഷീൻ സർഫസ് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വൈബ്രേഷൻസ് കുറഞ്ഞിരിക്കും. നമ്മൾ സാധാരണ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീൻ ടൂള് ഫൗണ്ടേഷൻ ബോൾട്ടൊന്നും ഇല്ലാതെ വെറുതെ തറയിൽ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഇത് കാരണം ഭയങ്കര വൈബ്രേഷൻസ് ഉണ്ടാവും. വൈബ്രേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അക്യുറസീനെയും അതിൻ്റെ അതുപോലെ പ്രിസിഷനും എല്ലാം അത് ബാധിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന വർക്ക് പീസുകൾക്കൊന്നും ഡിസൈഡ് അക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ, മെഷീൻസിന് വൈബ്രേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള മെഷീൻസിനെ ഫൗണ്ടേഷനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫൗണ്ടേഷൻ ബോൾട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട്. സോ ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ടാണ് എൽ ഷേപ്പ് അല്ലെങ്കിൽ ജെ ഷേപ്പ് എന്ന് പറയും. എൽ ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന എൽ ടൈപ്പ് അല്ല, ദിസ് ഇസ് ജസ്റ്റ് എ ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട്. അതിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ എൽ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ഇതിൻ്റെ ബോൾട്ടിൻ്റെ ഈ ഷാങ്ക്, മെറ്റൽ ഷാങ്കിനെ അതിനൊരു ബെൻഡായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഇതുപോലെ ഒരു ബെൻഡ് സർഫസ് ഉണ്ടാവും. അതിനുശേഷം അത് ഏറ്റവും എൻഡിൽ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഡയമീറ്റർ കൂടിയ അല്ലെങ്കിൽ വിഡ്ത്ത് കൂടിയ ഒരു പോർഷൻ കൂടെ ഉണ്ടാവും. വിഡ്ത്ത് കൂടിയ പോർഷൻ നമ്മൾ സാധാരണ കൂടുതൽ സർഫസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ്, കൂടുതൽ ഗ്രിപ്പിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു അസംബ്ലിയെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു ഹോള് ഡ്രില്ല് ചെയ്യുന്നു. ഹോള് ഡ്രില്ല് ചെയ്തതിന് ശേഷം
ഈ ഒരു അസംബ്ലിയെ നമ്മൾ ഏറ്റവും ആദ്യം സൾഫർ അല്ലെങ്കിൽ മോൾട്ടൺ ലെഡിനകത്താണ് ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സെക്ഷൻസ് നോക്കിയാൽ അറിയാം. ഏറ്റവും ആദ്യം നമുക്ക് ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. മെറ്റൽ സർഫസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷനലി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള സ്ലാൻഡഡ് ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നേരെ തിരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ലൈൻസ് കാണാം. ഇത് സൾഫർ അല്ലെങ്കിൽ മോൾട്ടൺ ലെഡിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനെ നമ്മൾ ആദ്യം മോൾട്ടൺ ലെഡിനകത്തേക്ക് ഇറക്കി വെച്ച് അതിനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഹോൾ അസംബ്ലിയെ നമ്മൾ കോൺക്രീറ്റിനകത്തേക്ക് വെച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്യുന്നത്. സോ ദ ഇന്നർ പോർഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് ലെഡ്. ദി ലെഡ് അല്ലെങ്കിൽ സൾഫർ ആണ് ഓർ സൾഫർ, ആൻഡ് ദി ഔട്ടർ പോർഷൻ വിൽ ബി കോൺക്രീറ്റ്. അപ്പോൾ അത് ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഡ് അല്ലെങ്കിൽ സൾഫർ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ വേറൊരു ലെയർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ലെഡിലോ അല്ലെങ്കിൽ സൾഫറിലോ ഇതിനെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫുൾ അസംബ്ലി എടുത്ത് കോൺക്രീറ്റിലേക്ക് സെറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ പ്രൊസീജിയർ ഇതിൻ്റെ സെയിം തന്നെയാണ്. ഏറ്റവും ആദ്യം ഒരു ഹോൾ ഡ്രില്ല് ചെയ്യുക. ഡ്രില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോർഷൻ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മോൾട്ടൺ ലെഡ് ഒഴിക്കുക. അത് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് ഒഴിക്കുക, കോൺക്രീറ്റ് ഇടുക. സോ ഇത് രണ്ടും സെറ്റായി കഴിയുമ്പോഴാണ് ഈ എൻറ്റയർ അസംബ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റാക്കിയതിന് ശേഷം ആ ഒരു അസംബ്ലി സെറ്റായതിനു ശേഷം നമ്മൾ വീണ്ടും കോൺക്രീറ്റ് എടുക്കുന്നു. കോൺക്രീറ്റ് എടുത്ത് അത് ഔട്ടർ സർഫസിൽ ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇത് നമ്മുടെ മെഷീൻ പാർട്ടാണ്, മെഷീൻ ബേസ് ആണ്. മെഷീൻ ബേസ് അതിനകത്തൊരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. ആ ഹോള് ആ മെഷീൻ ബേസ് നമ്മൾ ഇതിന് മേളിലോട്ട് അതിൻ്റെ ഷാങ്കിന് മേളിൽ കൂടി ആയിരിക്കും അതിന് ഇൻസെർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു വാഷർ ഇടുന്നു. വാഷർ ഇട്ടതിന് ശേഷം ഒരു ഹെക്സഗണൽ നട്ട് വെച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേ ബൈ വിച്ച് വി യൂസ് ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട്. ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ടുകളും സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇതുപോലുള്ള മെഷീനറീസിനെ എല്ലാം കോൺക്രീറ്റ് സർഫസുമായിട്ട് അല്ലെങ്കിൽ മെഷീൻ ബെഡുമായിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ദ ഡൈമെൻഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഷാങ്കിൻ്റെ മാക്സിമം ഡയമീറ്റർ D ആണ്. ആൻഡ് ഫ്രം ദി ടോപ്പ് എൻഡ് ടു ദ കോൺക്രീറ്റ് സർഫസ്, അതായത് ആ മെഷീൻ ബെഡിൻ്റെ സർഫസ് വരെ നോക്കുകയാണെങ്കിൽ 2.5 D ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ദിസ് ഷാങ്ക് or the metal piece will be equal to 10 times diameter. ഇപ്പോൾ D നമ്മൾ 10 mm ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 mm ആയിരിക്കും. അതുപോലെ ഇവിടുത്തെയും ലാസ്റ്റ് ബെൻഡ് ഷേപ്പിൻ്റെ അവിടെ വരുന്ന എൻലാർജ്ഡ് ഏരിയയിൽ ദി ഡയമീറ്റർ ഹിയർ ഇസ് D, that is the width is D and the length is equal to 2D. അതുപോലെ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മൾ ആദ്യം പഠിച്ച ഐ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെയും ഡയമെൻഷൻസ്. D ആണ് ഇവിടുത്തെ ഡയമീറ്റർ. മേളത്തെ ആ ഒരു ടോപ്പ് എഡ്ജ് തൊട്ട് നമ്മുടെ മെഷീൻ ഫൗണ്ടേഷൻ വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.5 D ആണ്. ആൻഡ് ദി ലെങ്ത് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഐ ടു ദ ടിപ്പ് ഓഫ് ദിസ് ഷാങ്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 15 D. ആൻഡ് ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ ഡയമീറ്ററും D ആണ്. ആൻഡ് ദി ലെങ്ത് ഈസ് ഈക്വൽ ടു 4D. അപ്പോൾ നമ്മൾ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് വരയ്ക്കുമ്പോൾ സാറിന് നമ്മൾ ഈ ഒരു ഫിഗർ മാത്രമേ വരയ്ക്കാറുള്ളൂ. സോ ദിസ് ഇസ് ജസ്റ്റ് ടു ഷോ, ദിസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഇതെങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു ഡയമെൻഷൻസ് ഫോളോ ചെയ്യുക. അഗെയിൻ ഫോർ ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡയമെൻഷൻസ് അതുപോലെ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്. റാഗ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട് ഹാസ്
a straight shank up to a certain length. അതിനുശേഷം അതിൻ്റെ ഡയമീറ്റർ ഗ്രാജുവലി ഇൻക്രീസിങ് ആണ്. അതിൻ്റെ ഷാങ്ക് ഡയമീറ്റർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നോക്കിയാൽ പല ഗ്രൂവുകൾ നമുക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഗ്രൂവ് സർഫസ് ഉണ്ടാവും. ആ ഗ്രൂവ്ഡ് സർഫസ് കൂടുതൽ ഒരു സർഫസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ഹാവ് എ ലെയർ ഓഫ് സൾഫർ ഓർ ലെഡ് ഓർ സൾഫർ. അപ്പം ഈ ഒരു ഷാങ്ക് നമ്മൾ ഏറ്റവും ആദ്യം മോൾട്ടൺ ലെഡ് അല്ലെങ്കിൽ സൾഫറിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അത് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ പുറത്തേക്കായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ലേ ചെയ്യുന്നത്. അതും സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ആ മെഷീൻ്റെ ബേസ്, ആ മെഷീൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഈ ഒരു ഷാങ്കിനകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് വാഷറും ഇട്ടിട്ട് നട്ട് വെച്ച് ടൈറ്റൻ ചെയ്യും. ഇതിനകത്ത് ഈ ബോട്ടം പോർഷൻ അത് സിലിണ്ടറിക്കൽ അല്ല, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ഷേപ്പ്, ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പായിട്ടാണ് വരുന്നത്. കാണിച്ചിരിക്കുന്ന റെക്ടാങ്കിൾ ആണെങ്കിലും ഒരു സ്ക്വയർ ഷേപ്പ് ക്രോസ് സെക്ഷനാണ് താഴെയും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി, ഡയമീറ്ററിൻ്റെ അതേ വിഡ്ത്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്. താഴെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2D. ഇങ്ങനെ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ സ്ക്വയർ. എല്ലാ സൈഡും 2D ലെങ്ത് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെ ഒരു സിമ്പിൾ. ആൻഡ് ദിസ് ലെങ്ത്, ആ ഒരു ടേപ്പർ ലെങ്ത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 6D. Total length of this shank is equal to 10 into D. And ഇതൊരു സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ് എല്ലാ ഫൗണ്ടേഷൻ ബോട്ടിലും. ഫ്രം ദ ടിപ്പ് ഓഫ് ദ ഷാങ്ക് ടു ദ മെഷീൻ ബെഡ് സർഫസ് ഓഫ് ദ കോൺക്രീറ്റ് സർഫസ് ദ ലെങ്ത് ഈസ് ഈക്വൽ ടു 2.5D. ഇപ്പോൾ റാക്ക് ഫൗണ്ടേഷൻ ബോൾട്ട് സാധാരണ നമുക്ക് എല്ലാ മെഷീൻ ഫൗണ്ടേഷൻസിലും യൂസ് ചെയ്യാറുള്ളതാണ്. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ത്രെഡ് സർഫസ്. ഇവിടെയാണ് നമ്മൾ വാഷറും നമ്മൾ നട്ട് വിട്ടിട്ട് നമ്മളതിനെ ടൈറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ടാണ്. സോ ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി ആയിട്ടുള്ള സ്റ്റോൺസും അതുപോലുള്ള സ്റ്റോൺസിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ മെഷീൻസിനെ ഹോൾഡ് ചെയ്യാൻ ഈ ഒരു ബോൾട്ട് യൂസ് ചെയ്യാറില്ല. അതിനൊരു റീസൺ ഉണ്ട്. ഇത് ശരിക്കും ആക്ച്വലി ഹെവി സ്റ്റോൺസിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോൾട്ടാണ്, ഫൗണ്ടേഷൻ ബോൾട്ടാണ് ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇപ്പോൾ ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് സ്ലാൻഡഡ് ആണ്. ആ ഒരു ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡ് ഈസ് ഹാവിങ് എ ടേപ്പർ, ഒരു സ്ലാൻഡഡ് പോർഷൻ ഉണ്ട്. ആ സ്ലാൻഡഡ് പോർഷൻ വന്ന് എൻഡ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് പോർഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു സ്ലാൻഡഡ് പോർഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റ് എൻഡിൽ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കീ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് വേറൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ ഒരു ഹോൾ ഉണ്ടെങ്കിൽ, സപ്പോസ് വി ഹാവ് എ ഡീപ്പ് ഹോൾ ഹിയർ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ, ലൂസായിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ കയറ്റി വെക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ഒരു ഹോളിനകത്ത് ടൈറ്റൻ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മെറ്റൽ പീസോ എന്തെങ്കിലും ഒരു പീസ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് അടിച്ചൊന്ന് അകത്തേക്ക് കയറ്റി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, സോ ദിസ് ഒബ്ജക്റ്റ് വിൽ ബിക്കം ടൈറ്റ് അല്ലേ. നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഒരു ആപ്പ് അടിക്കുക എന്ന് പറയും അല്ലേ. ഒരു ആപ്പ് കയറ്റി വെച്ച് അടിക്കുക എന്ന് പറയും. ഒരു വെഡ്ജ് ഷേപ്ഡുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പ്രസ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റും ടൈറ്റ് ആയിട്ടിരിക്കും. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആസ് എ കീ. ആ കീ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോൺക്രീറ്റിനകത്ത് വി ഹാവ് എ ടേപ്പർ ഹോൾ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോൺക്രീറ്റ് സർഫസ് ആണ് അല്ലെങ്കിൽ സ്റ്റോൺ സർഫസ് ആണ് നമുക്കുള്ളതെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ടിനെ എടുത്ത് വെക്കുന്നു.
എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടൊരു കീ ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു കീ വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് പ്രഷറൈസ് ചെയ്ത് ഹാമർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കീയെ അകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ടൈറ്റൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സർഫസ് തമ്മിലാണ് ഇത് ടൈറ്റൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ, സപ്പോസ് ഇവിടെ നമുക്ക് നട്ട് വെച്ച് ടൈറ്റൻ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് സർഫസസും തമ്മിൽ, സർഫസസ് 1 and 2, ഈ രണ്ട് സർഫസസും തമ്മിൽ നല്ലൊരു ഗ്രിപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് നമുക്കതിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെയും നമുക്ക് മേളിലേക്ക് പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഹുക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഈ ഫുൾ അസംബ്ലി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബോൾട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കീ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ഔട്ട് ദിസ് പാർട്ട്. ഈ രണ്ടെന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ, രണ്ടെന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിനെ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള ഫൗണ്ടേഷൻ ബോൾട്ടുമായിട്ട് ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ വ്യത്യാസം. ഇതൊരു സെമി പെർമനൻറ്റ് ബോൾട്ടാണ്. ഇത് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കീ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ അഴിച്ച് മാറ്റാനായിട്ട് പറ്റും, ആ ഒരു ബോൾട്ടിനെ അഴിച്ച് മാറ്റാനായിട്ട് പറ്റും. പക്ഷെ ബാക്കിയുള്ള ഫൗണ്ടേഷൻ ബോൾട്ടുകളിൽ ഒന്നും തന്നെ നമുക്ക് എല്ലാം പെർമനൻ്റ് ആണ്. ഒരിക്കലും അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫൗണ്ടേഷനിൽ നിന്ന് ആ ഒരു ബോൾട്ടിനെ ഇളക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല. ഓൺലി ഇൻ ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് വി ക്യാൻ റിമൂവ് ദ ഫൗണ്ടേഷൻ ബോൾട്ട്. കാരണം ഇത് നമ്മൾ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ രണ്ട് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള സ്റ്റോൺസിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോൾട്ടാണ് ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ഡയമെൻഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ആണ്, 2.5D. ആൻഡ് ലെങ്ത് ഓഫ് ദ കീയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 7.5D. അതായത് കീയുടെ മേലത്തെ പോർഷൻ തൊട്ട് ഈ താഴത്തെ പോർഷൻ വരെയുള്ള ആ ഒരു ലെങ്ത്, ദാറ്റ് ഇസ് 7.5D. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഷാങ്കിൻ്റെ പോർഷൻ, അതായത് ഇവിടുത്തെ ഷാങ്കിൻ്റെ പോർഷൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു D. ആൻഡ് ഒരു സൈഡ് ടേപ്പറാണ്, താഴെ വരുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1.67 ടൈംസ് D. ആൻഡ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ അതൊരു സ്ക്വയർ പോർഷനാണ്. സോ 1.67D ആയിരിക്കും ഈ ഒരു ലെങ്ത്. അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള ലെങ്തും അല്ല. സോ അത് സ്ക്വയർ ആയതുകൊണ്ട് ആ ഒരു 1.67D ആയിരിക്കും ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ്. രണ്ട് സെക്ഷൻസ് ആയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ലെങ്ത് വളരെ ഹൈ ലെങ്ത് ഉണ്ട്. ലെങ്ത് ഇസ് ബിഗ്, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് 10 into D. D നമ്മൾ 10 എടുക്കുകയാണെങ്കിൽ 100 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തിൽ വരയ്ക്കേണ്ടതായിട്ട് വരും. സോ അത്രയും ലെങ്ത് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു രണ്ട് സെക്ഷൻസ് ആയിട്ട് നമ്മളിതിനെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇനി ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ടും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. സോ കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എ കോട്ടർ. സോ കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്, അതിനകത്ത് നമുക്ക് നട്ടും അതുപോലെ ബോൾട്ട് അസംബ്ലി ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, സപ്പോസ് ഇതൊരു മെഷീൻ ഫൗണ്ടേഷൻ ആണെന്ന് വിചാരിക്കുക. മെഷീൻ ഫൗണ്ടേഷൻ്റെ താഴെ ഈ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് കോട്ടർ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ പ്രത്യേകത. സോ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും കോൺക്രീറ്റിൽ. സോ സപ്പോസ് ഇതൊരു കോൺക്രീറ്റ് പോർഷൻ ആണെന്ന് വിചാരിക്കുക. കോൺക്രീറ്റ് പോർഷനിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിനകത്തേക്ക് ഈ ഒരു ബോൾട്ടിൻ്റെ ഷാങ്ക് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. ആൻഡ് വി ഹാവ് എ സ്മോൾ സ്ലോട്ട്. ഇതുപോലെ ഒരു ചെറിയൊരു സ്ലോട്ട് ആ ഒരു ഷാങ്ക് പോർഷനിലുണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്, ടൈറ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പോർഷനകത്തേക്ക്, ഈ ഒരു റെക്റ്റാങ്കിൾ സ്ലോട്ടിനകത്തേക്ക് നമ്മൾ ഇതുപോലുള്ളൊരു കോട്ടറിനെ, അല്ലെങ്കിൽ കോട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെറ്റൽ പീസാണ്, ആ ഒരു മെറ്റൽ പീസിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോറി, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, സോ ഇഫ് യു ആർ വ്യൂയിങ് ദിസ് ഇൻ ദിസ് ആംഗിൾ, അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി കോട്ടർ. കോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ പീസാണ്. ആ മെറ്റൽ പീസിനെ നമ്മൾ ഈ ഒരു സ്ലോട്ടിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ദിസ് ഇസ് അഗെയിൻ a removable type of foundation bolt. നമ്മൾ ആ കോട്ടർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ
ആ നട്ട് ലൂസാക്കിയതിന് ശേഷം അതിനെ എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ടാണ്. സാധാരണ നമ്മൾ മിക്ക മെഷീൻ ടൂൾസിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെഷീൻ ടൂൾസ് സാധാരണ നമ്മൾ ടൈറ്റൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബോൾട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതെല്ലാം കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ് സർഫസ് ആണ്. അപ്പോൾ ഇത് മെഷീൻ്റെ ഫൗണ്ടേഷനാണ്. മെഷീൻ ഫൗണ്ടേഷനിൽ കൂടെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വാഷർ ഇടുന്നു. വാഷറിൻ്റെ പുറത്തേക്ക് നട്ട് ഇടുന്നു. എടുത്തിട്ട് അതിനെ ടൈറ്റൻ ചെയ്യുന്നു. ടൈറ്റൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ക്വാർട്ടർ പീസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് ഹൗ ഇൻസ്റ്റാൾ എ ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. ഇനി നമ്മുടെ ബെൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട്സ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നമുക്ക് മൊബൈൽ ടവേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടവേഴ്സിനെ എല്ലാം നമ്മൾ കോൺക്രീറ്റ് ബേസുമായിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷനുമായിട്ട് ഉറപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ബോൾട്ട്സ് ആണ്. മൊബൈൽ ടവേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റില്ല, കാരണം അതിൻ്റെ എൻ സർഫസ് മാത്രമേ, ഔട്ടർ സർഫസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. യൂഷ്വലി എൽ ടൈപ്പ് ഫൗണ്ടേഷൻ ബോൾട്ട്സ് വെച്ചിട്ടാണ് മൊബൈൽ ടവേഴ്സും അതുപോലെ ഇലക്ട്രിക്കൽ ടവേഴ്സ് എല്ലാം നമ്മൾ സാധാരണ ഇതിനകത്ത് പ്രസ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് മെഷീൻസിന് യൂസ് ചെയ്യാറുണ്ട്. മെയിൻ ആയിട്ടുള്ളതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കേബിൾസിനെല്ലാം ഫൗണ്ടേഷനകത്തേക്ക് അല്ലെങ്കിൽ സ്റ്റോണിനകത്തേക്ക് നമുക്ക് ഒരു കേബിൾ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോൾട്ടാണ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. സോ ദ മെയിൻ പർപ്പസ് ഓഫ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ഈസ് ടു അറ്റാച്ച് കേബിൾസ്. സാധാരണ കേബിൾസ് എല്ലാം അറ്റാച്ച് ചെയ്യുന്നത് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് വെച്ചിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫിഗേഴ്സ് കിട്ടും. സോ ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ ബോൾട്ട്. ഇത് നമ്മൾ ആ ഒരു കോൺക്രീറ്റിനകത്തേക്ക് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഐ ഫൗണ്ടേഷൻ ബോൾട്ടാണ്. ഇതിനകത്തേക്ക് വരുമ്പോഴാണ് നമുക്കൊരു ഐ ഷേപ്പ് ഉണ്ടാകുന്നത്. ആ ഒരു കോൺക്രീറ്റിനകത്ത് തിരിക്കുകയാണ്. ഇത് നമ്മളൊരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു കേബിളിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേബിൾസിനെ എല്ലാം അറ്റാച്ച് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ഇതുപോലുള്ള ഐ ഫൗണ്ടേഷൻ ബോൾട്ട്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. So we have seen the different types of foundation bolts. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓരോ ഫൗണ്ടേഷൻ ബോൾട്ടും ഇനി എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തിയറി നമ്മൾ നോക്കി. ഇനി ഹൗ ടു ഡ്രോ ദീസ് ഫൗണ്ടേഷൻ ബോൾട്ട്സ്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഫൗണ്ടേഷൻ ബോൾട്ടാണ്. അപ്പോൾ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ഞാൻ പറഞ്ഞു, അത് മെയിൻലി നമ്മൾ കേബിൾസ് എല്ലാം ഫൗണ്ടേഷൻസുമായിട്ട് അല്ലെങ്കിൽ വാളായിട്ടൊക്കെ കോൺക്രീറ്റ് വാൾസായിട്ടൊക്കെ കേബിൾസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ ബോൾട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കേണ്ടുന്നത് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ആക്സിസ് ലൈൻ വരയ്ക്കുക. അവിടെ നമുക്ക് ഡി ഡയമീറ്റർ നിങ്ങൾ ഏതാണ് എടുക്കുന്നത്, സപ്പോസ് 10 mm ആണെങ്കിൽ 10 mm ഒരു സർക്കിൾ വരയ്ക്കുക. 10 mm സർക്കിൾ വരച്ചതിന് ശേഷം പിന്നെ ഇതിനെ സർക്കംഫറൻസ് ചെയ്തുകൊണ്ട് കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. അതുപോലെ ഇവിടുന്ന് 10 mm എടുത്തിട്ട് വീണ്ടും ആ കോമ്പസ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഇത് മേളിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. ഇത്രയും നമ്മൾ റബ്ബ് ചെയ്ത് കളയുക. അതുപോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇവിടുത്തെ നമുക്ക് റബ്ബ് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് മേളിലേക്ക് ഒന്ന് വരയ്ക്കുക. മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് നിർത്തുക. ഇതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു സെക്ഷൻ, ഇവിടെ നമുക്ക് ഒരു ഇതിന് പ്രത്യേക ഡയമെൻഷൻ ഇല്ല. യു ക്യാൻ ജസ്റ്റ് ഷോ ഇറ്റ് ലൈക്ക് ദിസ്. ഇത് നമ്മുടെ കോൺക്രീറ്റ് പോർഷനാണ്. കോൺക്രീറ്റ് പോർഷൻ ഇത് വരച്ചതിന് ശേഷം നമ്മൾ ഇതും സെക്ഷനായിട്ട് തന്നെ കാണിക്കാം. 2 സെക്ഷൻസായിട്ട് കാണിക്കുക. എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് മേളിലേക്ക് അതിൻ്റെ സെക്ഷനായിട്ട് കാണിക്കുക. ഇത്രയും വരച്ചതിന് ശേഷം ചെറിയൊരു ക്ലിയറൻസ് വിട്ടിട്ട് ഇങ്ങനെ 2 ലൈൻസ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ മെഷീൻ ബേസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്.
അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് വാഷർ വരയ്ക്കുക. വാഷറിൻ്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഈക്വൽ ടു 2D + 4 ഓർ 2D + 3 വേണമെങ്കിലും എടുക്കാം. 2D + 4 mm. അതിനുശേഷം 2D ഡയമെൻഷൻ വരുന്ന രീതിയിൽ അതിൻ്റെ വിഡ്ത്ത് ഈക്വൽ ടു D വെച്ചിട്ട് നമ്മൾ നട്ട് വരയ്ക്കുക. നട്ട് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം, സൈഡിൽ ഷാംഫർ വരയ്ക്കാം. അതിനുശേഷം ഇതിങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ആർക്കുകൾ നിങ്ങൾക്ക് റഫായിട്ട് തന്നെ ഒന്ന് വരച്ച് കാണിക്കുക. അതിനുശേഷം ഇത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മുടെ ത്രെഡിൻ്റെ എൻഡ്സ് കാണിക്കുക. പിന്നെ ത്രെഡ് കാണിക്കാനായിട്ട് ചെറിയൊരു ലൈന് എൻഡിലിങ്ങനെ വരച്ച് കാണിച്ചാൽ മതി. അത് റൺ ഓഫ് ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് അത് വന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യും. ഇവിടെ ഒരു ലൈൻ കൂടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് ഓർത്തിരിക്കുക. ഇത് D ആണ്. ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്, അതായത് സെൻറ്റർ ടു ദിസ് ഡിസ്റ്റൻസ്, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 15D. 15 ടൈംസ് D ആണ്. അതുപോലെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ഇതൊരു ഫൗണ്ടേഷൻ ആണ്. സോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 2.5D. 2.5D. ആൻഡ് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു D. സോ ഡിയുടെ ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം വരയ്ക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ക്ലിയറൻസ് കാണിച്ചിട്ടുണ്ട്. അത് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. 0.1D എന്ന് പറയുന്നത് ചെറിയൊരു ലെങ്ത് വിട്ടിട്ട് നിങ്ങളൊരു ലൈൻ കൂടെ ഒന്ന് വരച്ചാൽ മതി. സോ ദിസ് ഇസ് ഹൗ യു ഡ്രോ ദി ഐ ഫൗണ്ടേഷൻ ബോൾട്ട്. അപ്പോൾ ഇതിനകത്ത് ഡയമെൻഷൻസ്, ഈ കാണിച്ചിരിക്കുന്ന ഡയമെൻഷൻസ് എല്ലാം ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സിമെൻറ്റ് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിന് പ്രത്യേക ഡയമെൻഷൻസ് ഒന്നുമില്ല. Then next, how we can draw the rag foundation bolt. ഇപ്പോൾ റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം അതിൻ്റെ ലെഡ് ഇതാണ് വരയ്ക്കേണ്ടുന്നത്. സോ ദി ടോട്ടൽ ഡിസ്റ്റൻസ് 10 × D ആണ്. D 10 എടുക്കുകയാണെങ്കിൽ സോ ദിസ് വിൽ കം ടു അറൗണ്ട് 100 mm. അപ്പോൾ 100-ന് ഒരു 110 mm എടുത്തിട്ട് റഫായിട്ട് ഒരു ബോക്സ് പോലെ വരയ്ക്കുക. അതിനൊരു ആക്സിസ് വരയ്ക്കുക. ആക്സിസ് വരച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 2 ടൈംസ് D, അതായത് 2 × D 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 20 mm ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ഇതൊരു ആർബിട്രറി ലെങ്തിൽ വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്യുകയാണ്. സപ്പോസ് ഇതാണ് എൻ പോയിന്റ് എന്ന് വിചാരിക്കുക. ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഡയമെൻഷൻ D എടുക്കുക. 10 mm, 5 mm ഇങ്ങോട്ടും 5 mm ഇങ്ങോട്ടും വെച്ചിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് പതുക്കെ ഒരു തിൻ ലൈൻ വെച്ചിട്ട് ഇതിനെങ്ങനെ മീറ്റ് ചെയ്യിക്കുക. ഇതിന് ശേഷം ഇവിടെ ഓരോരുത്തരും ഗ്രൂവ്സ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും സെയിം ഓപ്പോസിറ്റ് എൻഡിൽ ഗ്രൂവ്സ് മാർക്ക് ചെയ്തിടുക. ഗ്രൂവ്സ് മാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഡയമെൻഷൻസ് ഒന്നുമില്ല. എത്ര നമ്പർ ഓഫ് ഗ്രൂവ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഗ്രൂവ്സ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 6 × D, ദാറ്റ് ഈസ് 60 mm. ഇതിന് ശേഷം ഇത് സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്, കട്ട് ചെയ്താണ് കാണിക്കുന്നത്. മേളിലും ഇതുപോലൊരു സെക്ഷൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇതിൻ്റെ എക്സ്റ്റൻഷൻ മേളിലേക്ക് നമുക്ക് വരയ്ക്കാം. മേളിലേക്ക് വരച്ചിട്ട് ഇവിടെ നമ്മുടെ ആ ഫൗണ്ടേഷൻ്റെ എഡ്ജ് നമ്മൾ കാണിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേളിലാണ് നമ്മുടെ മെഷീൻ്റെ ബേസ് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു ക്ലിയറൻസ് വിട്ടിട്ട് ഈ ബോട്ടിൻ്റെ എൻ്റെ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നേരത്തെ പോലെ വാഷർ വരയ്ക്കുക. വാഷർ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ നട്ട് വരയ്ക്കുക. മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷാംഫർ കാണിക്കുക. സോ ദിസ് ഡിസ്റ്റൻസ് അഗെയിൻ ഇത് 2.5D ആണ്. and this diameter is again D.
and the total distance from this end to end, ഈ full end distance എന്ന് പറഞ്ഞാൽ it is equal to 10 into d. സോ ഇപ്പോൾ നമ്മൾ d ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. d സാറിന് യൂഷ്വലി ഒരു 10 mm നമുക്ക് എടുക്കാം. 10 എടുക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പ്രൊപ്പോർഷനേറ്റ്ലി ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. So that is how you draw a rag foundation bolt. ഇപ്പോൾ റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട് പ്രത്യേകിച്ച് ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമില്ല. ഇവിടെ ഡി വരയ്ക്കുക, ഇവിടെ 2D വരയ്ക്കുക, ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ കുറച്ച് ഗ്രൂവ്സ് വരയ്ക്കുക. അതാണ് റാഗ് ഫൗണ്ടേഷൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗ്രൂവ്സ് ആണ്. ഇതിന് ശേഷം നമ്മുടെ ചുറ്റിനുള്ള കോൺക്രീറ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിന് പ്രത്യേക ഡയമെൻഷൻസ് ഒന്നുമില്ല, എത്ര വലുതായിട്ടോ എത്ര ചെറുതായിട്ടോ നമുക്ക് വരയ്ക്കാം. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള പാർട്സ് ആയിട്ട് ബ്ലാക്കൻ ചെയ്തൊന്ന് കാണിക്കുക, എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കാണിക്കുക. സോ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ കോൺക്രീറ്റ്. അപ്പോൾ കൺവെൻഷൻ അനുസരിച്ച് നമ്മളിതുപോലെ ബ്ലാക്ക് ഏരിയാസും അതുപോലെ ഇതുപോലുള്ള ഡോട്ട്സും കാണിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കോൺക്രീറ്റ് സ്ട്രക്ചർ. ചുറ്റിനും അത് കാണിക്കുക. അകത്തുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഹാച്ച് ചെയ്ത് കാണിക്കുക. ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും നമ്മളിങ്ങനെ ഹാച്ച് കാണിക്കുക. ഇങ്ങനത്തെ ഒരു ഹാച്ചാണ് കാണിക്കുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഐദർ ലെഡ് ഓർ സൾഫർ. സോ ദിസ് വിൽ ബി ഐദർ ലെഡ് ഓർ മോൾട്ടൺ സൾഫർ. മോൾട്ടൺ ലെഡ് അല്ലെങ്കിൽ മോൾട്ടൺ സൾഫറിനെയാണ് നമ്മളിത് കാണിക്കുന്നത്. ഇവിടുത്തെ മെഷീൻ ബേസിന് നമ്മൾ നേരെ തിരിച്ചാണ് ഹാച്ച് ചെയ്യുന്നത്, ഈ രീതിയിലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡ്രോ ദി റാഗ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇനി ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട് വരയ്ക്കുമ്പോൾ ആദ്യമേ ഇതിൻ്റെ ലെങ്ത്തുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ദിസ് ടോട്ടൽ ലെങ്ത് ഇസ് 10 into d, that is 100. d 10 mm എടുക്കുകയാണെങ്കിൽ the total length will be 100 mm. Width of the key is equal to 0.67 into d, that is 6.7 mm ആണ് width. അതുപോലെ ആ ബോൾട്ടിൻ്റെ എൻഡ് വരുമ്പോൾ ഒരു സൈഡ് ടേപ്പേർഡ് ആണ്, ഒരു സൈഡ് ഫ്ലാറ്റ് ആണ്. സോ ടേപ്പേർഡ് എൻഡ് വരുമ്പോൾ ദി ഹോൾ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.67 d ആണ്. ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ. ആൻഡ് അതിൻ്റെ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ d ആണ്. ഓക്കെ, സോ ഹൗ ടു ഡ്രോ? ആദ്യം നമുക്ക് ആ കോൺക്രീറ്റ് സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. കോൺക്രീറ്റ് സ്ട്രക്ചർ വരയ്ക്കുന്നതിന് പ്രത്യേക ഡയമെൻഷൻ ഒന്നുമില്ല, നമുക്ക് എങ്ങനെ വല്ലതും വരയ്ക്കാം. അതിനുശേഷം ഒരു ആക്സിസ് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അവിടെ 1.67 d മാർക്ക് ചെയ്യുക. സോ ആക്സിസിൻ്റെ സെൻട്രലായിട്ടായിരിക്കത്തില്ല വരുന്നത്. 1.67 d മാർക്ക് ചെയ്യുമ്പോൾ കൂടുതലുള്ള ലെങ്ത് ആക്സിസിൻ്റെ ഈ സ്ഥലത്തേക്ക് നിൽക്കുക, ജസ്റ്റ് ലൈക്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതിനുശേഷം മേളിൽ നിന്ന് ഡിയും മാർക്ക് ചെയ്യുക. ഡി മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. സോ ദിസ് ഇസ് ഡി ആൻഡ് ദിസ് ഇസ് 1.67 d. ഇവിടെ നേരെ സെൻറ്ററായിട്ട് തന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ നമുക്ക് രണ്ട് സെക്ഷൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. സോ ദിസ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ആൻഡ് ഇവിടെ ഇതുവരെ വന്നതിന് ശേഷം ഒരു സ്ലാൻഡിങ് ഇതായിട്ട് വരും. സോ ഡിന്ന് ഇങ്ങനെ ഒരു സ്ലാൻഡഡ് ലൈനായിട്ട് അത് കാണിക്കാം. ദിസ് ഇസ് എ സ്ലാൻഡഡ് ലൈൻ. ആൻഡ് മേളിൽ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ കീ വരയ്ക്കുമ്പോൾ ആ കീയുടെ എഡ്ജ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് രണ്ട് സെക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കീ വരയ്ക്കുമ്പോൾ കീയുടെ ഒരു ഹെഡ് നമുക്കിവിടെ കാണിക്കണം. ആൻഡ് ദെൻ അതിൻ്റെ ലെങ്ത് കാണിക്കുക. സോ ദാറ്റ് ലെങ്ത് വിൽ ബി കമ്മിങ് അപ്പ് ടു ഹിയർ. സോ ഈ ഒരു കീയുടെ ഈ ഒരു ഹെഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു സ്റ്റെപ്പ് ഷേപ്പിലാണ് അതുള്ളത്. So this total length will be equal to 7.5 into d, and this width is equal to 0.67 d, and this length will be equal to 1.67 d.
ഇനി ഇത് മേളിലേക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ നമ്മൾ ഒരു മെഷീൻ ബേസ് വരയ്ക്കുക. മെഷീൻ ബേസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഷർ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നട്ട് മാർക്ക് ചെയ്ത് കാണിക്കുക. എന്നിട്ട് അതിൻ്റെ ത്രെഡ്സ് കാണിക്കുക. ത്രെഡിൻ്റെ ഒരു റൺ ഓഫ് ഡിസ്റ്റൻസ് ഉണ്ടാവും, അത് മാർക്ക് ചെയ്ത് കാണിക്കുക. സോ ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ദി ബേസ് ഇസ് 2.5D. അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും എല്ലാ ഫൗണ്ടേഷൻ ബോട്ടിൻ്റെയും. അതൊരു സെയിം വാല്യൂ ആണുള്ളത്, 2.5D. Diameter is D, and the total length from this end to this end, that is equal to 10 into D. ഇവിടെയും അതുപോലെ പിന്നെ കോൺക്രീറ്റ് മാർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ഡാർക്കൻ ചെയ്യുക. ഡാർക്കൻ ചെയ്തതിന് ശേഷം ഡോട്ട് ഡോട്ടായിട്ട് ഇടുക. സോ ദിസ് റെപ്രസെൻറ്റ്സ് കോൺക്രീറ്റ്. സോ ദാറ്റ് ഈസ് ഹൗ യു ഡ്രോ ദി ലൂയിസ് ഫൗണ്ടേഷൻ ബോൾട്ട്. So next we are going to draw the quarter foundation bolt. അപ്പോൾ quarter foundation bolt വരയ്ക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഈ രണ്ട് ഫൗണ്ടേഷൻസ് വരയ്ക്കുക. അതിനുശേഷം ഒരു ആക്സസ് വരയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് ബോട്ടം അല്ലെങ്കിൽ ടോപ്പ് എവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. So let's start from the bottom side. അപ്പോൾ ബോൾട്ടിൻ്റെ താഴത്തെ ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത്, where quarter is present. ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വരുന്നുണ്ട്. ഡ്രോ ദ സ്റ്റീൽ പ്ലേറ്റ്. അതിൻ്റെ തിക്നെസ് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, സോ യു ക്യാൻ ടേക്ക് എനി ഡിസൈർഡ് ഡയമെൻഷൻസ്. അതിനുശേഷം then for a small thickness you can draw a slot and mark it like this. സോ ഇവിടെ തിക്നെസ് T പറയുന്നുണ്ട്, പക്ഷേ ആ Tക്ക് ഒരു പ്രത്യേക വാല്യൂ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. സോ യു ക്യാൻ either take 3 mm, 2 or 3 mm, and this diameter is D1, which is slightly larger than D. ഇത് 10 mm എടുക്കുകയാണെങ്കിൽ you can take D1 as either 12 mm, 12 or 13 mm. So then ടോപ്പ് പോർഷൻ നമുക്ക് വരയ്ക്കാം. ഇവിടെ അഗെയിൻ മെറ്റൽ വാഷർ ഉണ്ട്. വാഷർ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ നട്ട് കംപ്ലീറ്റ് ചെയ്യുക. നട്ട് അതിൻ്റെ മേലുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതിനകത്ത് ത്രെഡ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ബിലോ പോർഷൻ ഓൾസോ ത്രെഡ് വന്ന് നിൽക്കുന്ന റൺ ഓഫ് ഡിസ്റ്റൻസ്, ആൻഡ് യു ക്യാൻ ഷോ ഇറ്റ് ലൈക്ക് ദിസ്. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് D. അഗെയിൻ ദിസ് ഡയമീറ്റർ ഇസ് D. ഇത് തൊട്ട് നമ്മുടെ ഈ ഒരു ബേസ് വരെയുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5D. ആൻഡ് ഈ ഒരു തിക്നെസ്, ഫൗണ്ടേഷൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്നെസ് ആയിട്ട് കാണിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഡയമീറ്റേഴ്സ് ഒന്നുമില്ല. ആൻഡ് ദിസ് T ഈസ് ഈക്വൽ ടു either 2 or 3 mm, ആൻഡ് D1 ഈസ് either 12 or 13 mm. So that is how you draw the quarter foundation bolt.